കില്ലാടികളെ രേഖ രതീഷ് എന്ന് പറയുന്ന ചേച്ചി, രേഖ രതീഷ് എന്ന് പറഞ്ഞാൽ മലയാള സീരിയലിലെ നിങ്ങൾക്ക് ഏതൊക്കെയോ ഒരു സീരിയൽ ഉണ്ട്, ചന്ദനമഴയിലെ അമ്മയാണോ തോന്നുന്നു, സൂരജിന്റെ അമ്മ, സൂരജ ദീപ്തിയുടെ അമ്മായിയമ്മ, അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുള്ളൂ. നിങ്ങൾക്ക് ആ വിഷ്വൽ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ചേച്ചി ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഇട്ടിട്ടുണ്ടല്ലേ, ഞാൻ ആ ചേച്ചിയുടെ പ്രൊഫൈലൊന്നും ഫോളോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ സജഷൻ വന്നു. നമ്മളെന്ന് വെച്ചാൽ നമുക്ക് സജഷൻ വരുന്ന ട്രെൻഡിങ് സംഭവങ്ങളൊക്കെ ഉണ്ട്, അല്ലാതെ 18+ അങ്ങനെ സംഭവങ്ങളല്ല, നമുക്ക് സജഷൻ വരുന്ന ട്രെൻഡിങ് സാധനങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ചേച്ചിയെ വീഡിയോ ഇട്ട് ഏകദേശം 3 ലക്ഷം സംതിങ് വ്യൂസ് ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെ പേരിൽ കുറേ ആരോപണങ്ങൾ നടക്കുന്നുണ്ട്, കുറേ യൂട്യൂബേഴ്സ് ചേച്ചിയെ എടുത്തിട്ട് ട്രോളുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട് പറയുന്നുണ്ട്. അത് എനിക്ക് എന്താണ് വിമർശിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ചേച്ചി പറയുന്ന ആ ഒരു വിഷ്വൽ ഞാൻ ആ ഒരു വീഡിയോ ആദ്യം ഞാൻ വെക്കാം. എന്താ വെച്ചാൽ ചേച്ചി എന്തൊക്കെയോ പറയുന്നുണ്ട്, ഇപ്പോഴും എന്നെ സൈബർ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണെന്നൊക്കെ ചേച്ചി കറക്റ്റായി പറയുന്നില്ല. ഞാൻ വീഡിയോ ഫുള്ളായി കണ്ടില്ല, ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ അത് റിയാക്ട് ചെയ്യാൻ തോന്നി. സോ ഞാൻ ആ വീഡിയോ ആദ്യം വെക്കാം, എന്നിട്ട് ബാക്കി പറയാം. പ്രിയപ്പെട്ട സർക്കാർ ശ്രീ പിണറായി വിജയൻ സാറിന്, എൻ്റെ പേര് രേഖ രതീഷ്. ഞാൻ മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കൊരു മകനുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കഴിഞ്ഞ 7-9 മാസങ്ങളായി എനിക്ക് ജോലിയില്ലാതെ ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ കഴിയുകയാണ് സർ. 2-3 മാസങ്ങളായി ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എൻ്റെ പിന്നാലെ എന്നെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ക്യാപ്ഷൻസ് കൊടുത്ത് ചിത്രീകരിക്കുകയും എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ എന്നെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു. മാനസിക സമ്മർദ്ദം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സർ. ഈയിടക്കാലങ്ങളായി നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോകുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട്. ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ, എൻ്റെ മകന് വേണ്ടിയിട്ട്. പക്ഷെ ഈ യൂട്യൂബേഴ്സ് കാരണം എനിക്ക് മുന്നോട്ട് ജീവിച്ചു പോകാനുള്ള ശേഷി ഇല്ലാതെ ആകുകയാണ്. മാനസികമായിട്ടുള്ള സമ്മർദ്ദം, എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല സർ. ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായും എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വന്നാൽ എന്നെ തേജോവധം ചെയ്യുന്ന ഈ യൂട്യൂബേഴ്സ് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള കാരണം എന്ന് എനിക്ക് അറിയിക്കണം. ഇതുകൊണ്ടെങ്കിലും ഇവിടെ അവസാനിക്കണം ഈ കാര്യങ്ങൾ. എന്നെ മാത്രമല്ല, എന്റെ ഫീൽഡിലുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ദയവേത് ഇതിനെതിരെ ശക്തമായ ഒരു തീരുമാനമെടുക്കണം. എനിക്ക് വേണ്ടി മാത്രമല്ല, ഇനിയുള്ള എൻ്റെ സഹോദരന്മാരും സഹോദരിമാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതെ സർക്കാർ ഒരു തീരുമാനമെടുത്ത് ഇതിൽ നിന്നും ഞങ്ങളെല്ലാവരും രക്ഷിക്കണമെന്ന് താഴ്മയോടുകൂടി ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ അതാ സംഭവം. എന്താ സംഭവം എന്നൊന്നും എനിക്കും അറിയില്ലല്ലോ. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ പെട്ടെന്ന് റിയാക്ട് ചെയ്താണ്. കുറേ യൂട്യൂബേഴ്സ് എന്ന് പറയുന്നുണ്ട്, ഏതൊക്കെ യൂട്യൂബറാണെന്ന് എനിക്ക് അറിയില്ലല്ലോ. അത് നമ്മുടെ ചാനലിൽ എന്തായാലും അങ്ങനത്തെ ഒരു വീഡിയോസ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ സീരിയൽ നടിമാരെ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ നമ്മൾ റിയാക്ട് ചെയ്തിട്ട് പറഞ്ഞാൽ നമ്മൾ ന്യായത്തിൻ്റെ പക്ഷത്താണ് കാരണം നമ്മളെന്നും മനസ്സിലായില്ല. എന്ന് വെച്ചാൽ ന്യായം എവിടെ ഉണ്ടോ അവിടെ നമ്മൾ നിൽക്കും. മാത്രമല്ല നമുക്ക് ഫേക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ പെയ്ഡൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അങ്ങനെ നിൽക്കാറില്ല ഒരിക്കലും. അപ്പോൾ ചേച്ചി പറയുന്നുണ്ട് എന്തൊക്കെയോ സംഭവം, സൈബർ ബുള്ളിങ് പോലെ എന്തോ സംഭവം ഇല്ല. കുറേ ഇതുപോലത്തെ ഫീൽഡിലുള്ളവർക്കൊക്കെ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ സ്റ്റോറി നോക്കട്ടെ. സ്റ്റോറി ഇട്ടിട്ടുണ്ട്. സ്റ്റോറി എന്തെങ്കിലും ശിവരാത്രിൻ്റെ സ്റ്റോറിക്കാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് ചേച്ചി. അപ്പോൾ എന്തായാലും നമുക്ക് യൂട്യൂബിലും സെർച്ച് ചെയ്ത് നോക്കട്ടെ. രേഖ രതീഷ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലും സെർച്ച് ചെയ്ത് നോക്കിയിട്ടുള്ള എന്തായിരിക്കും അവിടെ പറയുന്നതെന്ന് നോക്കാം. എന്താ സംഭവം ചോദിച്ചു ഞാൻ യൂട്യൂബിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറയുന്ന കേട്ടെങ്കിൽ നമുക്ക് നോക്കണമല്ലോ. ആരാണ് ആ യൂട്യൂബേഴ്സ് റിയാക്ട് ചെയ്യുന്നവർ ചോദിക്കട്ടെ. ആരാണ് പേര്? 3 years മുമ്പുള്ള വീഡിയോ ആണ്. ഇല്ല, യൂട്യൂബ് ചേച്ചി അത് ഷോർട്സ് ഇല്ല, അതൊന്നും നോക്കട്ടെ. ട്രാവൽ ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടിയാൽ ലൈഫിൽ ഇതുവരെ ഇല്ല അങ്ങനെ ഒരു സംഭവം ഇല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നിയിട്ടില്ല ഇവർ ഇനിയും ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ഒരു നോട്ടെ. കേട്ട സംഭവം ഞാൻ വായിക്കാട്ടെ. ഒരു സംഭവമുണ്ട്. കഴിഞ്ഞ 9 മാസമായി എനിക്ക് ജോലിയില്ലാതെ എൻ്റെ പഠിക്കുന്ന മകൻ്റെ അപ്പം ഫ്ലാറ്റിൽ കഴിയുകയാണ്. 3 മാസമായി കുറേ യൂട്യൂബേഴ്സ് മോശം വീഡിയോസ് ഇട്ട് എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. അതിലും അതിനൊക്കെ കൊടുത്തിരിക്കുന്നില്ലല്ലോ. എന്താ വെച്ചാൽ മോശം വീഡിയോസ് ഒന്നും പറയുന്നില്ല. എന്താ സംഭവം എന്നുള്ളത് എനിക്കും അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടെ. അത് സംബന്ധിച്ച് എനിക്കും മനസ്സിലാവില്ല. ചേച്ചി പറയുന്നുണ്ട് എന്താ വെച്ചാൽ യൂട്യൂബേഴ്സ് കുറേ പേര് എന്നെ ഇങ്ങനെ സൈബർ ബുള്ളി ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ സംഭവം കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വീഡിയോ കണ്ടപ്പോൾ റിയാക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ഇപ്പോൾ വീഡിയോ ഇട്ടുള്ളൂ കിളറ ചേച്ചി. അപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ കുറച്ച് മുമ്പ് വീഡിയോ ഇട്ടു, നമ്മളിപ്പോൾ കണ്ടല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ അതിന്റെ വിഷയം എന്താ വെച്ചാൽ കമന്റ് ചെയ്യുക, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പേജിൽ ഒന്ന് മെസ്സേജ് അയക്കട്ടെ. അപ്പോൾ അതേ പറയുന്നുള്ളൂ. ഒരിക്കലും ഞാൻ പറയല്ലോ കിളറ. പിന്നെ എനിക്ക് ചേച്ചിയോട് വേണം പറയാനുള്ളത്. ചേച്ചി അല്ലെങ്കിൽ ഇതുപോലുള്ള സമ്മർദ്ദം അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരോട് പറയാനുള്ളത്, ഒരു ആത്മഹത്യ അല്ലെങ്കിൽ സൂസൈഡ് എന്നൊരു പരിഹാരമേ ഇല്ല ഒരിക്കലും. മനസ്സിലായില്ലേ? നെഗറ്റീവ് പറയുക അല്ലെങ്കിൽ നമ്മളെ ട്രോൾ അല്ലെങ്കിൽ നമ്മളെ തളർത്താൻ വേണ്ടി കുറേ ആളുകളുണ്ടാവും. കുറേ ആളുകളുണ്ടാവും. നമ്മൾ അവർക്കെതിരെ നമ്മൾ ഇതാവണം. മനസ്സിലായില്ല? അവർ നമ്മൾ തളർത്താൻ നോക്കുമ്പോൾ നമ്മൾ അതൊന്ന് ഉയർത്തെഴുന്നേറ്റ് വരണം, ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ. എന്നാണ് ഞാൻ എന്നും പറയാറുള്ളത്. മനസ്സിലായില്ലേ? സമൂഹം ഒരു ഇതാണ് കേട്ടല്ലേ, സത്യം പറയോ ഇതാണ്. അവർക്ക് എന്താ വെച്ചാൽ എന്ത് കിട്ടുന്നോ അവർ അതെടുത്ത് ഇതാക്കും. ഇപ്പൊ നമ്മളാണെങ്കിലും ആരാണെങ്കിലും അവരെന്താ വെച്ചാൽ ചവിട്ടി താത്താൻ നോക്കുള്ളൂ.
ഒരൊറ്റ ജീവിതം ഇല്ലടാ. ഞാൻ അന്നും പറയും എന്നും പറയും, ഒരൊറ്റ ജീവിതം, അത് അടിച്ചു പൊളിച്ച് സന്തോഷത്തോട് ജീവിക്കുക. അവൻ അത് പറയും ഇവൻ ഇത് പറയുമ്പോൾ ഒരിക്കലും ജീവിക്കരുത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നവർ പറയട്ടെ, നമ്മളതൊന്നും കെയർ ചെയ്യണ്ട. ഐ ഡോണ്ട് കെയർ എന്ന രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോവുക. അതെനിക്ക് പറയുന്നുള്ളൂ കേട്ടോ. പിന്നെ ഈ പ്രശ്നം പറയുന്നവർ കമന്റ് ചെയ്യുക, എനിക്കത് പറഞ്ഞുള്ളൂ. അപ്പോൾ സലാം.